പാകിസ്ഥാനെ വിശ്വസിച്ചിരുന്ന ഇറാൻ ഇപ്പോൾ വലിയ രീതിയിൽ ചതിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ പാകിസ്ഥാൻ ഇറാനെ വഞ്ചിച്ചു എന്നാണ് ഇപ്പോൾ ഇറാനിയൻ മാധ്യമങ്ങളൊക്കെ പറയുന്നത്. വിദേശകാര്യമന്ത്രിയായിട്ടുള്ള ഇഷാദ് ദാർ ഞെട്ടിപ്പിക്കുന്ന അവകാശവാദമാണ് ഇതിൽ ഉന്നയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. വിശദമായി നമുക്ക് നോക്കാം. അതായത് ഇറാൻ ഇസ്രായേൽ യുദ്ധം അതിൻ്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിലേക്ക് കടന്നിരിക്കുകയാണ്. അതിനിടയിൽ പാകിസ്ഥാൻ ഞെട്ടിക്കുന്ന അവകാശവാദങ്ങളാണ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. ഇറാനെതിരെ ഇസ്രായേൽ ആണവ ആക്രമണം നടത്തിയാൽ പാകിസ്ഥാൻ ഇസ്രായേലിനെതിരെ ആണവാക്രമണം നടത്തുമെന്ന് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇഷാദ് ദാർ ഇറാന് മുന്നറിയിപ്പ് നൽകിയതായി പറയപ്പെടുന്നു. എന്നിരുന്നാലും വൈറലായ വീഡിയോ വ്യാജവും കെട്ടിച്ചമച്ചതുമാണെന്ന് ഡാർ വിശേഷിപ്പിച്ചു. അതായത് പാകിസ്ഥാൻ ഇറാനെ ഇസ്രായേൽ ആക്രമിക്കുന്നത് കണ്ടാൽ ഇറാനിൽ പാകിസ്ഥാൻ പോയി ന്യൂക്ലിയർ ബോംബ് ഇടുമെന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം നെതന്യാഹു പറഞ്ഞത് ഇറാന് ശേഷം ഞങ്ങൾ അടുത്ത ലക്ഷ്യം വയ്ക്കാൻ പോകുന്ന രാജ്യം പാകിസ്ഥാനാണെന്നാണ്. ഇപ്പോൾ ഭയന്ന് പറഞ്ഞ പാകിസ്ഥാൻ ഞങ്ങൾ ന്യൂക്ലിയർ വെപ്പൺ ഇറാന് വേണ്ടി പ്രയോഗിക്കില്ല, ഇസ്രായേലിന് മേൽ പ്രയോഗിക്കില്ല, ഞങ്ങളത് ഞങ്ങളുടെ ശത്രുക്കൾക്ക് മേൽ പ്രയോഗിക്കാനാണ് വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് നെഞ്ചത്തടിച്ച് നിലവിളിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഒരു ഇറാനിയൻ ജനറൽ ഇത്തരം ഒരു അവകാശവാദം ഉന്നയിക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി വൈറലാകുകയാണെന്ന് ഇഷാദ് ദാർ പാർലമെന്റിൽ പറയുന്നു. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലെന്നും ഇത് നിരുത്തരവാദപരവും തെറ്റായ വാർത്തയുമാണെന്നും ഇയാൾ പറയുന്നു. ഈ തെറ്റായ അവകാശവാദം ഇന്റർനെറ്റിൽ മാത്രമല്ല ഒരു UK മാധ്യമ ചാനലും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും അത് ശരിയല്ലെന്നും അദ്ദേഹം പറയുന്നു. അതായത് ഈ പാകിസ്ഥാന്റെ മന്ത്രി തന്നെ പറയുന്നു ഇങ്ങനെ ഒരു വീഡിയോ പ്രചരിക്കുന്നുണ്ട്, ഈ വീഡിയോ തെറ്റാണ്, ഈ വീഡിയോ ഫേക്ക് ആണെന്നൊക്കെ പറയുന്നുണ്ട്. ഈ ഫേക്ക് വീഡിയോകൾ ഉപയോഗിച്ചാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടായപ്പോൾ പാകിസ്ഥാനിലെ ജനങ്ങളെ പാകിസ്ഥാൻ പറഞ്ഞ് ഫലിപ്പിച്ചത്. അതായത് ഇന്ത്യയെ ഞങ്ങൾ തകർത്തു എന്ന് പറഞ്ഞ് ഫലിപ്പിച്ചത്. അവിടെയുള്ള ജനങ്ങൾക്ക് മുമ്പിൽ ഇന്ത്യയുടെ റഫാൽ തകർന്നു എന്നൊക്കെ ഫേക്ക് വീഡിയോകൾ ഉണ്ടാക്കി അവിടെയുള്ള ജനങ്ങൾക്ക് മുമ്പിൽ സമർപ്പിച്ചാണ് പാകിസ്ഥാൻ മുന്നോട്ട് പോയത്. ഇപ്പോൾ അത് തന്നെ പാകിസ്ഥാൻ ഒരു വലിയ രീതിയിലുള്ള കുരിശായി മാറിയിരിക്കുന്നു. പാകിസ്ഥാൻ ഇപ്പോൾ ഒരു ഫേക്ക് വീഡിയോ കൊണ്ട് നട്ടം തിരിയുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇറാൻ ആണവായുധം പ്രയോഗിക്കും, അത് പ്രയോഗിക്കുന്നത് പാകിസ്ഥാൻ്റെ ആണവായുധമായിരിക്കും, അത് ഇസ്രായേലായിരിക്കും എന്ന് പറഞ്ഞ ഒരു വീഡിയോ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. എന്തായാലും അത് ഫേക്ക് ആണെന്നാണ് പാകിസ്ഥാൻ നെഞ്ചത്തടിച്ചുകൊണ്ട് പറയുന്നത്. 1998 മുതൽ പാകിസ്ഥാൻ്റെ ആണവ നയം അതേപടി തുടരുന്നുവെന്നും അതൊരു മാറ്റവും ഉണ്ടായിട്ടില്ലെന്നും പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇഷാദ് ദാർ പറയുന്നുണ്ട്. വൈറലായ ഒരു വീഡിയോയിൽ അവകാശപ്പെടുന്നത് പോലെ പാകിസ്ഥാൻ അത്തരമൊരു പ്രസ്താവന നടത്തിയിട്ടേ ഇല്ല എന്ന് അദ്ദേഹം ഊന്നി പറയുന്നു. അത് പൂർണ്ണമായും തെറ്റാണെന്നും കെട്ടിച്ചമച്ചതാണെന്നും ഇയാൾ പറയുന്നു. ഞങ്ങളുടെ ആണവ നയം സ്വയമായ പ്രതിരോധത്തിനുള്ളതാണ്, അത് ഞങ്ങൾ മറ്റൊന്നിനും ഉപയോഗിക്കില്ല എന്നും ഇപ്പോൾ പാകിസ്ഥാൻ്റെ മന്ത്രി നെഞ്ചത്തടിച്ച് നിലവിളിച്ചുകൊണ്ട് ഇസ്രായേലിനെ ഭയന്നുകൊണ്ട് പറയുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.